ഇവിടെ നമുക്ക് ആക്ച്വലി രണ്ട് തരം ഒബ്സഷൻ കാണാൻ പറ്റും. ഒന്ന്, ആദ്യം ഒബ്സസ്ഡ് ആയ നായകനെ പോലെ തെരഞ്ഞെടുക്കാൻ മറ്റൊരാൾക്ക് ചോയ്സ് പോലും കൊടുക്കാതെ ഞാൻ അയാളെ സ്നേഹിക്കുന്നത് കൊണ്ട് അയാൾ എന്നെയും തിരിച്ച് സ്നേഹിക്കണം എന്നുള്ളത്. നമ്മൾ പല ആൾക്കാരും അവനെ പോലെയല്ലേ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ സ്നേഹിക്കുന്നവര് നമ്മളെ തിരിച്ച് സ്നേഹിക്കാനുള്ള ട്രിക്കുകൾ അന്വേഷിച്ച് പോവാറില്ലേ? ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ള വഴികൾ നമ്മൾ അന്വേഷിക്കില്ലേ? ചില ആൾക്കാര് ജ്യോത്സ്യന്മാരെയും പ്രാർത്ഥനകളും നോമ്പുകളും നോക്കാറില്ലേ? വേറെ കുറെ ആൾക്കാർ ലോ ഓഫ് അട്രാക്ഷനിലും മാനിഫെസ്റ്റേഷനിലും ഡിപ്പെൻഡ് ചെയ്യും. എങ്ങനെയെങ്കിലും അവര് തിരിച്ചു വരണം. അവർക്ക് തിരിച്ചു വരാൻ ആഗ്രഹം ഇല്ലെങ്കിലും അവര് തിരിച്ചു വരണം, കാരണം എനിക്ക് അവരോട് ഇഷ്ടമുണ്ട് ആൻഡ് അവരെന്റെ കൂടെ ആണെങ്കിൽ അവർ ഹാപ്പി ആയിരിക്കും എന്നുള്ള വിശ്വാസം. അവരില്ലാതെ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് അവരെന്റെ ലൈഫിൽ ഉണ്ടായേ പറ്റൂ. അവര് ഹാപ്പി ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ ഹാപ്പി ആകണം എന്നല്ലേ ഇവിടെ പറയാതെ പറയുന്നത്. ഇതെല്ലാം സ്നേഹമാണോ അതോ നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് കാരണം ഉണ്ടാകുന്ന പേടിയാണോ? ട്രിക്കുകൾ ഉപയോഗിച്ചോ മാജിക് കാണിച്ചോ കിട്ടുന്ന ഒരു സാധനമല്ല സ്നേഹം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സമാധാനം തരുമെന്ന് വിശ്വസിക്കുന്ന ഈ സ്നേഹം തന്നെ നമ്മളുടെ സമാധാനം കളയുകയും ചെയ്യും.